7 ടൈപ്പ് ഓഫ് ഇൻകം ആണ് ഒരു ശരാശരി മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി ഇന്ന് കൂടുതലായി പഠിക്കാം. ഫസ്റ്റ്, സാലറിഡ് ഇൻകം. നിങ്ങൾ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ മാസാവസാനം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, അതിനെയാണ് നമ്മളൊരു സാലറിഡ് ഇൻകം എന്ന് പറയുന്നത്. 2, സെൽഫ് എംപ്ലോയ്ഡ് ഇൻകം. നിങ്ങൾ ഒരു ഡോക്ടറോ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ്സുകാരനാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ നമ്മളൊരു സെൽഫ് എംപ്ലോയ്ഡ് ഇൻകം എന്ന് പറയുന്നു. 3ാമത്തെ ഇൻകം നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നു. അതായത് നിങ്ങൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വർഷാവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അത് നിങ്ങളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 4ാമത്തെ ഇൻകം നമ്മൾ റെന്റൽ ഇൻകം എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വീടുണ്ട്, അത് നിങ്ങൾ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വാടകക്കാരൻ നിങ്ങൾക്ക് തരുന്ന വരുമാനത്തിനെ നമ്മൾ റെന്റൽ ഇൻകം എന്ന് പറയുന്നു. 5ാമത്തെ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് ഷെയർസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സോ ഉണ്ടെങ്കിൽ നാളെ ആ ബിസിനസ് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ നിങ്ങൾ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും. 6ാമത്തെ ഇൻകം ഡിവിഡൻഡ് ഇൻകം ആണ്. അതായത് ഇതേ ബിസിനസ്സിൽ നിന്ന് എല്ലാ വർഷവും ഒരു ലാഭത്തിന്റെ വിഹിതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അതിനെ ഒരു ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നു. 7ാമത്തെയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഒരു റോയൽറ്റി ഇൻകം അല്ലെങ്കിൽ ഒരു ലെഗസി ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു തവണ ചെയ്ത എഫേർട്ടിൽ നിന്നും തുടരെ കിട്ടുന്ന വരുമാനത്തിനെയാണ് ഒരു റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത്. ഇത് ആർട്ടിസ്റ്റുകൾക്കും സെലിബ്രിറ്റീസിനും ഒക്കെ കിട്ടുന്ന ഒരു വൻ പ്രിവിലേജ് തന്നെയാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നിന്ന് ഒരുപാട് വ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആകുന്നു. ഞാനൊരു എഴുത്തുകാരനാണെന്ന് അറിയാമല്ലോ. ഇത് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വിറ്റ് പോകുമ്പോൾ എനിക്ക് 15% റോയൽറ്റി കമ്മീഷൻ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 7 ഇൻകം സോഴ്സുകളിൽ സാലറിഡ് ഇൻകം ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് എഫേർട്ട് വേണ്ടത്. അതേപോലെ റോയൽറ്റി ഇൻകം ആണ് നമുക്ക് ഏറ്റവും കുറച്ച് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഈ കുറച്ച് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നതിന് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നു. നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾ ലൈഫിൽ ഫ്രീ ആകുന്നത്. ഇതിന് ഒരു മ്യൂച്വൽ ഫണ്ട്സ് നല്ലൊരു ടൂളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.